وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായി പഠിച്ചു വരുന്നത് കിതാബ് ത്വഹാറയിലെ അധ്യായങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചത് ബാബുൽ ജനാബയാണ്. ജനാബത്തുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം മനസ്സിലാക്കിയിരിക്കേണ്ട അധ്യായങ്ങളാണ് ഇതിലുള്ളത്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറയുന്നത്, കുട്ടികൾ അവർ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ അധ്യായങ്ങളെക്കുറിച്ച് അവർക്ക് യഥാർത്ഥ ബോധമുണ്ടാകേണ്ടതുണ്ട്. അഥവാ കല്യാണ പ്രായത്തിൽ എത്തിയ ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാം തന്നെ ഇത്തരം അധ്യായങ്ങൾ യഥാവിധി പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ തഹാറത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് അബദ്ധങ്ങൾ അവർ വരുത്തിവെക്കാൻ സാധ്യതയുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, അന അഹുസ്സു കുല്ല ഇൻസാനിൻ യുരീദു അൻ യതസവ്വജ അൻ യതഅല്ലമ അഹ്കാമൽ ജനാബ ഹത്താ യകൂനു അലാ ബസീറത്തിൻ മിൻ അംരിഹി. കല്യാണം കഴിക്കാൻ പോകുന്ന ഓരോ ആളുകളെ ഞാൻ പ്രേരിപ്പിക്കുകയാണ്, അവർ ജനാബത്തുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കണം. അങ്ങനെ ആ വിഷയത്തിൽ അവർക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാകാൻ അത് സാധിക്കും. എന്നിട്ട് ഷെയ്ഖ് അതിന് പഠിക്കാത്തതിന്റെ പേരിൽ യുവാക്കൾക്കും അതുപോലെ പ്രായമായ ആളുകൾക്കുമെല്ലാം ഉണ്ടായ ചില അബദ്ധങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബിൽ കൊടുത്തതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 2 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാബത്ത് കുളിയുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. അതിലൊന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് നമ്മുടെ ഉമ്മയായ മൈമൂന റളിയല്ലാഹു അൻഹ. ഇവർ രണ്ടുപേരും നമുക്ക് റിവായത്ത് ചെയ്തു തന്ന ഹദീസുകളാണ്. അതിൽ നിന്നെല്ലാം നമ്മൾ പറഞ്ഞു, ഒരാൾ ജനാബത്ത് കുളി അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഈ ഹദീസിൽ വന്നതുപോലെയാണ്. അഥവാ തുടക്കത്തിൽ വുളു എല്ലാം എടുത്തുകൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള രൂപം. എന്നാൽ അതല്ല, ഒരാൾക്ക് കുറഞ്ഞ വെള്ളമേ ഉള്ളൂ, അതല്ല അയാൾക്ക് പെട്ടെന്ന് ജനാബത്ത് കുളിക്കേണ്ടതുണ്ട് എങ്കിൽ അയാൾ നിയ്യത്തോടുകൂടി ശരീരം മുഴുവനായി കുളിക്കുക, കഴുകുക. അതോടൊപ്പം വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൽമലത്ത് ചെയ്യുക, അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, ഇസ്തിൻഷാഖ് ചെയ്യുക. ഇത് ചെയ്താൽ തന്നെ ഒരാളുടെ കുളി പൂർത്തിയായി. ഉദാഹരണത്തിന് ഒരാൾ ഒരു കുളത്തിലേക്ക് ചാടി കുളിച്ചു, നിയ്യത്തോടുകൂടി കുളത്തിലേക്ക് ചാടി, അയാൾ പിന്നീട് എഴുന്നേറ്റ് വന്നു, ഉടൻ തന്നെ വെള്ളം എടുത്തു, വായിൽ വെള്ളം കൊപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ അയാളുടെ കുളി പൂർണ്ണമായി എന്നർത്ഥം. എല്ലാ ഭാഗത്തും വെള്ളം എത്തുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ നിബന്ധനയായിട്ട് ഉള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ഹദീസുകളിൽ മനസ്സിലാക്കിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില അഹ്കാമുകളാണ് അടുത്ത ഹദീസിൽ. അടുത്ത ഹദീസ് അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ أن عمر بن الخطاب رضي الله عنه قال يا رسول الله أيرقد أحدنا وهو جنب قال نعم إذا تولى أحدكم فليرقد. അബ്ദുല്ലാഹി ബിൻ ഉമർ അദ്ദേഹം തന്റെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയർഖുദു അഹദുനാ വഹുവ ജുനുബുൻ, നമ്മളിൽ ഒരാൾ ജനാബത്തുകാരനായിരിക്കെ ഉറങ്ങാൻ പാടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഇദാ തവദ്ദഅ അഹദുക്കും ഫല്യർഖുദ്, നിങ്ങളിൽ ഒരാൾ വുളു എടുത്തു കഴിഞ്ഞാൽ അവൻ ഉറങ്ങട്ടെ, അവൻ ഉറങ്ങാൻ അനുവാദമുണ്ട് എന്നതാണ്. കാര്യം വളരെ വ്യക്തമാണ്. ഈ ഹദീസിൽ നമുക്കുള്ള പാഠം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാത്രി ജനാബത്തുകാരനായാൽ അയാൾക്ക് കുളിക്കാതെ തന്നെ വുളു എടുത്തുകൊണ്ട് ഉറങ്ങാവുന്നതാണ്. കുളിക്കാതെ തന്നെ വുളു എടുത്തുകൊണ്ട് ഉറങ്ങാവുന്നതാണ് എന്ന് ഈ ഹദീസിൽ പാഠമുണ്ട്. എന്നാൽ ഒരു വ്യക്തി കുളിച്ചു കൊണ്ട് തന്നെ ഉറങ്ങുകയാണ് എങ്കിൽ അത് നല്ലതാണ് എന്ന് ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് അഫ്ളലാണ്. പ്രത്യേകിച്ചും അയാൾ പെട്ടെന്ന് എഴുന്നേൽക്കുകയൊക്കെ ചെയ്താൽ അയാൾക്ക് വലിയ അശുദ്ധി തടയുന്ന ചില ഇബാദത്തുകൾ ഉണ്ടാകും. ഖുർആൻ പാരായണം ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ. ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം
ഖുർആൻ പാരായണം ചെയ്യാൻ അയാൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജനാബത്തുകാരനായാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾക്ക് ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അയാൾക്കപ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ രാത്രി അയാൾക്കപ്പോൾ കുളിക്കണമെങ്കിൽ കുളിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഹദീസിൽ നിന്നുള്ളത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെ വുളു എടുക്കുക എന്നുള്ളത് അയാൾക്ക് വാജിബല്ല, മറിച്ച് അയാൾക്കത് മുസ്തഹബായ ഒരു കാര്യമാണ്. ഒരാൾ അങ്ങനെ കുളിക്കുകയോ വുളു എടുക്കാതെയോ ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൽ അയാൾക്ക് കുറ്റമില്ല. കാരണം എന്താണ്? കാരണം ഈ വുളു കൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഒരു ഹദസ് നീങ്ങുന്നില്ല, വലിയ അശുദ്ധി അവിടെ നീങ്ങുന്നില്ല. യഥാർത്ഥത്തിൽ അതൊരു തഖ്ഫീഫിന്, അതിനൊരു കുറവ് വരുത്തുക എന്നത് ശരിയാവുന്നുള്ളൂ. കാരണം അയാൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ഒരു വുളു അയാൾ ഒരു നിലക്കും അയാൾക്കത് ഉപകാരപ്പെടുന്നില്ല, മറിച്ച് അയാൾ നിർബന്ധമായും കുളിക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് മുസ്തഹബാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇനി ഇതിനോടനുബന്ധിച്ച് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇതുപോലെ തന്നെ ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയാലും ഇങ്ങനെ വുളു എടുക്കുന്നത് സുന്നത്താണ്, മുസ്തഹബാണ്. ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയാലും ഇങ്ങനെ വുളു എടുക്കുന്നത് സുന്നത്താണ്. ജനാബത്തുകാരൻ അയാൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇനി ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ വുളു എടുത്തുകൊണ്ട് അയാൾ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണ് എങ്കിൽ അത് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ ഇങ്ങനെ ആദരിക്കപ്പെടുന്നതായ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വ്യക്തി ജനാബത്തുകാരനായി ചെയ്യുന്നുണ്ട് എങ്കിൽ അയാൾ വുളു എടുത്തുകൊണ്ട് ചെയ്യലാണ് അയാൾക്ക് നല്ലത്, മുസ്തഹബ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇപ്പൊ ഒരു മുഅദ്ദിൻ ഒരു മസ്ജിദിലുണ്ട്, അയാൾ രാവിലെ സുബഹി ബാങ്ക് കൊടുക്കേണ്ട വ്യക്തിയാണെന്ന് കരുതുക. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എഴുന്നേൽക്കുന്ന സമയത്ത് ജനാബത്തുകാരനായിട്ടാണ് അയാൾ എഴുന്നേൽക്കുന്നതെങ്കിൽ അയാൾക്ക് ജനാബത്തുകാരനായിരിക്കെ ബാങ്ക് വിളിക്കുക എന്നുള്ളത് ഇജ്മാഉള്ള വിഷയമാണ്, അത് അനുവദനീയമാണ്. കാരണം ബാങ്കിൽ യാതൊരു നിബന്ധനയുമില്ല അയാൾക്ക് ശുദ്ധി ഉണ്ടാകണം എന്നുള്ളത്. ബാങ്ക് വിളിക്കാൻ ശുദ്ധി അത്യാവശ്യമില്ല. എന്നാൽ ഈ ഒരു സമയത്ത് അയാൾക്ക് സമയവും കൂടിയായി, ഇനി കുളിക്കാൻ സമയമില്ല എങ്കിൽ ഒരു തഖ്ഫീഫിന് വേണ്ടിയിട്ട്, അഥവാ ആ ഹദസ് ഒന്ന് കുറയുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് വുളു എടുത്തുകൊണ്ട് ബാങ്ക് വിളിക്കുക എന്നുള്ളത് നല്ലതാണ്, മുസ്തഹബാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് അയാൾക്ക് സുബഹിക്ക് മുമ്പായിട്ട് പിന്നീട് പോയി ബാങ്ക് കൊടുത്തതിന് ശേഷം പോയി കുളിച്ച് അയാൾക്ക് തിരിച്ചു വരാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, എന്തെങ്കിലും ഇക്റാമുള്ള കാര്യങ്ങൾക്ക് അത് ചെയ്യുന്ന സമയത്ത് വുളു എടുത്തുകൊണ്ട് ജനാബത്തുകാരൻ അത് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ ഞാൻ പറയുന്നു, ഇതൊരിക്കലും അയാൾ വുളു എടുക്കാതെ ചെയ്തു കഴിഞ്ഞാൽ കുറ്റം കിട്ടുന്ന ഹറാമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ ഹദീസിൽ നിന്നുള്ള പാഠം. അടുത്ത ഹദീസ് عن أم سلمة رضي الله عنها زوج النبي صلى الله عليه وسلم قالت جاءت أم سليم امرأة أبي طلحة إلى رسول الله صلى الله عليه وسلم فقالت يا رسول الله إن الله لا يستحي من الحق فهل على المرأة من غسل إذا هي احتلمت فقال رسول الله صلى الله عليه وسلم نعم إذا رأت الماء. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയാണ്, സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറയുന്നു, ജാഅത് ഉമ്മു സുലൈം ഇംറഅതു അബി ത്വൽഹ, അബൂ ത്വൽഹയുടെ ഭാര്യയായ ഉമ്മു സുലൈം ഒരിക്കൽ വരികയുണ്ടായി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഥവാ അവർ യഥാർത്ഥത്തിൽ ചോദ്യത്തിന് മുമ്പ് ഒരാമുഖമാണ് അവിടെ അവർ പറഞ്ഞത്. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പറയുന്നതിൽ അല്ലാഹു ലജ്ജിക്കുകയില്ല. എന്നിട്ട് അവർ അവരുടെ ചോദ്യം ചോദിച്ചു, ഫഹൽ അലൽ മർഅതി മിൻ ഗുസ്ലിൻ ഇദാ ഹിയ ഇഹ്തലമത്, ഒരു സ്ത്രീക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇഹ്തിലാം സംഭവിച്ചു കഴിഞ്ഞാൽ, അവരിൽ നിന്നും അവരുടെ ലൈംഗിക ദ്രാവകം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവർക്കുണ്ടാകുമോ, അവർക്ക് കുളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് ആ സമയത്ത് കുളി നിർബന്ധമാകുമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ഇദാ റഅത്തിൽ മാ, നീ അങ്ങനെ ഇഹ്തിലാം ഉണ്ടായി അങ്ങനെയുള്ള ദ്രാവകം നീ കാണുകയാണ് എങ്കിൽ നീ കുളിക്കുക എന്നുള്ളത് നിനക്ക് നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പാഠം, ഇവിടെ ഉമ്മു സുലൈം എന്ന് പറയുന്നത് ആരാണ്?
അബു സുലൈം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, അഥവാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആര്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അഫ്വാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ആര്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഇനി ഇവരെന്താണ് ചോദിച്ചിട്ടുള്ളത്? യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പറയുന്ന കാര്യത്തിൽ അല്ലാഹു ലജ്ജിക്കുകയില്ല. അതുകൊണ്ട് അവർക്കൊരു ഈ ഒരു പറയുന്ന വിഷയത്തിൽ അവർക്കൊരു നാണമുള്ളതിനാൽ അവർ ചോദ്യത്തിന് മുന്നോടിയായി ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുമായിരുന്നു, റഹിമല്ലാഹു നിസാ അൽ അൻസാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാരികളായ സ്ത്രീകളെ അല്ലാഹു അവർക്ക് റഹ്മത്ത് ചൊരിയട്ടെ. മറ്റൊരു റിവായത്തിൽ കാണാം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, അൻസാരികളായ സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ്. ലം യംനഉഹുന്നൽ ഹയാഉ അൻ യതഫഖഹന ഫിദ്ദീൻ, ഒരിക്കലും തന്നെ ദീനിൽ ഒരു വിജ്ഞാനം നേടിയെടുക്കുന്നതിൽ അവർക്ക് ലജ്ജ തടസ്സമായിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ധാരാളം സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് പോലും ചിലപ്പോൾ ആ ചോദ്യം കേൾക്കുമ്പോൾ ലജ്ജ തോന്നുന്ന സമയത്തും അൻസാരികളായ സ്ത്രീകൾ വന്ന് ഇതുപോലെയുള്ള ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവർ വന്ന് ചോദിച്ചത് എന്താണ്? ഒരു സ്ത്രീ അവർക്ക് ഇഹ്തിലാം ഉണ്ടാകുമോ, അങ്ങനെ ഇഹ്തിലാം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കുളിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. എന്താണ് ഇഹ്തിലാം എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, ഖുറൂജുൽ മാഇ ബില്ലദ്ദ, അഥവാ ആസ്വാദനത്തോടുകൂടി ഒരു പുരുഷനിൽ നിന്നാകട്ടെ സ്ത്രീയിൽ നിന്നാകട്ടെ പുറത്തേക്ക് വരുന്ന ലൈംഗിക ദ്രാവകം, അങ്ങനെ ഒരാൾക്ക് ഉണ്ടാകുന്നതിനാണ് ഇഹ്തിലാം എന്ന് പറയുന്നത്. എന്നാൽ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ഇഹ്തിലാം ഉണ്ടായാൽ അത് നിർബന്ധമായും അവർ കുളിക്കേണ്ടതുണ്ട്. അതല്ലാത്ത സമയത്ത് ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളം അത് കാണുകയാണ് എങ്കിൽ അവർ കുളിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസിൽ മനസ്സിലാക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ കുളിക്കണമെങ്കിൽ അവർക്ക് ഇദാ റഅത്തിൽ മാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു കാര്യമാണ് പരിഗണിക്കേണ്ടത്. ഒരാൾക്ക് രാത്രി സ്വപ്നസ്ഖലനം സംഭവിക്കുന്നതായി തോന്നി, പക്ഷെ രാവിലെ എഴുന്നേറ്റ സമയത്ത് ഒന്നും തന്നെ കാണാനില്ല എങ്കിൽ അവർ കുളിക്കേണ്ടതില്ല. ഇനി വേറൊരു വ്യക്തി, ഇയാൾക്ക് രാത്രി ഒന്നും സംഭവിച്ചതായി തോന്നിയിട്ടില്ല, പക്ഷെ രാവിലെ എഴുന്നേറ്റ സമയത്ത് ഈ ദ്രാവകം കാണുകയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കുളിക്കൽ നിർബന്ധമാണ്. അഥവാ ഇതുണ്ടാകുക, വെള്ളം അവിടെ കാണുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളത്. ഇത് പുരുഷനുമുണ്ട് സ്ത്രീക്കുമുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി ഉറക്കിൽ നിന്നും ഒരുപക്ഷെ അവൻ അനുവദനീയമല്ലാത്ത രൂപത്തിലുള്ള ഏതെങ്കിലും ബന്ധങ്ങളായിരിക്കാം അവൻ കാണുക. ഇത് ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പേരിൽ അവന് ശിക്ഷിക്കുകയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ലൈംഗിക ദ്രാവകം പുറത്തേക്ക് പോയാൽ അവനെ സംബന്ധിച്ചിടത്തോളം കുളിക്കുക എന്നതാണ് അവന് നിർബന്ധമായിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഹദീസിൽ ഉള്ളത്. അടുത്ത ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് كنت أغسل الجنابة من ثوب رسول الله صلى الله عليه وسلم فيخرج إلى الصلاة وإن بقع الماء في ثوبه وفي لفظ لمسلم لقد كنت أفركه من ثوب رسول الله صلى الله عليه وسلم فركا فيصلي فيه. ഈ ഹദീസുകളിൽ ഈ രണ്ട് ഹദീസുകളിൽ വന്നിട്ടുള്ളത് മനി, ഒരു മനുഷ്യന്റെ ഒരു പുരുഷന്റെ അല്ലെങ്കിൽ സ്ത്രീയുടേതാകട്ടെ അവരിൽ നിന്നും ഉണ്ടാകുന്ന മനി, ലൈംഗിക ദ്രാവകം അഥവാ അവരുടെ സൃഷ്ടിപ്പിന് കാരണമാകുന്ന ദ്രാവകം അത് താഹിറാണ്, നജിസല്ല എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഹദീസിലുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുൻതു അഗ്സിലുൽ ജനാബ, ഞാൻ ജനാബത്ത് കഴുകുമായിരുന്നു. ഇവിടെ ജനാബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസറുൽ ജനാബയാണ്. അസറുൽ ജനാബ, ജനാബത്ത് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അഥവാ മനിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അസറുൽ ജനാബ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മിൻ സൗബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗബ്. സൗബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പൊതുവെ അറബികൾ സൗബ് എന്ന് പറയുന്നത് ഈ ഖമീസിന്, ആളുകൾ ഇടുന്ന നീളമുള്ള വസ്ത്രത്തിനാണ് ഖമീസിനാണ് സൗബ് എന്ന് പറയുന്നത്. എന്നാൽ സൗബ് എന്ന് പറഞ്ഞാൽ അതിൽ മുണ്ടും അതുപോലെ തന്നെ മേൽമുണ്ടും താഴെ കൊടുക്കുന്ന മുണ്ടും എല്ലാം ഈ ഖമീസും എല്ലാം അത് ഉൾപ്പെടും എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം ധരിച്ചിട്ടുണ്ട് എന്ന് കാണാം. അപ്പോൾ സൗബിലുള്ള ആ ജനാബത്തിന്റെ അടയാളം അഥവാ മനിയുടെ അടയാളം
അതെന്ത് ചെയ്യുമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ? അത് കഴുകുമായിരുന്നു. എന്നിട്ടോ ഫയഖ്റുജു ഇലസ്സല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇട്ടുകൊണ്ട് മസ്ജിദിലേക്ക് പോകുമായിരുന്നു. വ ഇന്ന ബുഖഅൽ മാഇ ഫീ സൗബി, അങ്ങനെ ആ പോകുന്ന സമയത്ത് വെള്ളത്തിന്റെ അടയാളങ്ങൾ അത് സൗബിൽ തന്നെ ഉണ്ടാകും. അതോ അങ്ങനെ ഒരു മനി വസ്ത്രത്തിലായി പോയാൽ അതൊരിക്കലും തന്നെ വസ്ത്രം മാറ്റേണ്ടതില്ല. ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ മാറ്റാം, പക്ഷെ അതൊരിക്കലും നജിസല്ല എന്ന് മനസ്സിലാക്കുക. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ അത് കഴുകിയിട്ട് അതേ വസ്ത്രത്തിൽ തന്നെ പോവുകയാണ്. അപ്പൊ കഴുകും എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കഴുകിയല്ലോ എന്ന് തോന്നും. എന്നാൽ അടുത്ത റിവായത്തിൽ അത് വ്യക്തമായി വന്നിട്ടുണ്ട്. വഫീ ലഫ്ളിൻ ലിമുസ്ലിം ലഖദ് കുൻതു അഫ്റുഖുഹു മിൻ സൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർഖൻ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗബിൽ നിന്നും അത് ചുരണ്ടി കളയുമായിരുന്നു. അത് ഉണങ്ങിയതിനു ശേഷമാണെങ്കിൽ അത് ചുരണ്ടും, അതല്ല എങ്കിൽ അത് കഴുകുകയാണ് അത് പോകാൻ ഏറ്റവും നല്ലത്. ഫയുസല്ലി ഫീ, എന്നിട്ട് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ ഇട്ടുകൊണ്ട് അത് നിസ്കരിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ അത് ചുരണ്ടി കളയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ തീർച്ചയായും അതിന്റെ അംശങ്ങൾ ബാക്കിയുണ്ടാകും. നജസായ ഒരു വസ്തുവാണെങ്കിൽ അങ്ങനെ കേവലം ചുരണ്ടി കളഞ്ഞാൽ പോരാ. അത് താഹിറാണ് എന്നുള്ളതിന് തെളിവായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഈ മനിയിൽ നിന്നാണ്. അപ്പൊ മനുഷ്യൻ താഹിറായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ സൃഷ്ടിപ്പിന് കാരണമായിട്ടുള്ള മനുഷ്യന്റെ ലൈംഗിക ദ്രാവകം മനി അത് താഹിറായ കാര്യമാണ്. അത് ത്വാഹിറായ കാര്യമാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മദിയാകട്ടെ വദിയാകട്ടെ ഇനി മൂത്രമാകട്ടെ കാഷ്ണമാകട്ടെ ബാക്കിയെല്ലാം അതെല്ലാം നജസാണ്. പക്ഷെ മനി അത് ത്വാഹിറായ കാര്യമാണ്. അത് പുരുഷന്റേതാകട്ടെ സ്ത്രീയുടേതാകട്ടെ അത് ത്വാഹിറാണ്, ശുദ്ധിയുള്ളതാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള ഫായിദ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വസ്ത്രത്തിൽ ഉണ്ടായാൽ അവന് അത് ഇട്ടുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ പോകാം. മൂത്രവും മദിയും ഒക്കെ അങ്ങനെയല്ല. മദിയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൽ വെള്ളം കൊടയണം, കാരണം അത് നജാസത്തുൽ ഖഫീഫയാണ്, വളരെ നേർത്ത നജസാണ്, അതിൽ കൊടയേണ്ടതുണ്ട്. ഇനി മൂത്രമാണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. അതല്ല ഈ മനിയാണ് ഒരാളുടെ വസ്ത്രത്തിലായിട്ടുള്ളത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അയാൾക്ക് നിസ്കരിക്കാൻ പോകാവുന്നതാണ് എന്നും ഈ ഹദീസിൽ നിന്നും പാഠമുണ്ട്. ഇതിൽ നിന്നും പണ്ഡിതന്മാർ സൂക്ഷ്മമായി മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ് റുതൂബാതു അൽ മർഅ, ഒരു സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ നിന്ന് പുറത്തു വരുന്ന ദ്രാവകങ്ങൾ കുല്ലുഹ താഹിറ ബിൽ ഇസ്തിസ്നാൻ, അതെല്ലാം താഹിറാണ്, ശുദ്ധിയുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനി വസ്ത്രത്തിലാകുന്ന സമയത്ത് സ്വാഭാവികമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ സ്ത്രീയുടെ ദ്രാവകവും ഒരുമിച്ചാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ടാണ് വസ്ത്രത്തിൽ ആയുസുണ്ടാക്കുക. എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നും പരിഗണിക്കാതെ അത് ഇട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി പോയത്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ മുഴുവൻ അങ്ങനെയുള്ള ദ്രാവകങ്ങളെല്ലാം അത് ശുദ്ധിയുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. റുതൂബാത്ത് എന്ന് പറഞ്ഞാൽ ഹൈലും നിഫാസും ഒന്നും അതിൽ പെടുകയില്ല, അത് നജിസാണ് എന്ന് വളരെ വ്യക്തമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ ഹദീസിലുള്ളത്. അടുത്ത ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ إذا جلس بين شعبها الأربع ثم جهدها فقد وجب الغسل وفي لفظ وإن لم ينزل. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഇദാ ജലസ ബൈന ശുഅബിഹാ അൽ അർബഅ, ഇത് യഥാർത്ഥത്തിൽ ഒരു കിനായത്താണ്, അഥവാ പറയുന്നത് വേറൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ എന്നാണ്. ബൈന ശുഅബിഹാ അൽ അർബഅ, ശുഅബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശാഖ എന്നാണ് അർത്ഥം. അപ്പൊ മരത്തിന്റെ ശുഅബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ ബ്രാഞ്ചുകളാണ്, അതിനാണ് നമ്മൾ പറയുന്നത് ശാഖകൾ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ശുഅബ് അവിടെ ഉദ്ദേശിക്കുന്നത് റിജ്ലാൻ വ അൽ യദാൻ, രണ്ട് കൈകളും രണ്ട് കാലുകളും. കാരണം മനുഷ്യന്റെ വയറിൽ നിന്ന് പോകുന്ന ഒരു ശാഖകളെ പോലെ രണ്ട് കാലുകൾ താഴോട്ടേക്ക്, രണ്ട് കൈകൾ മുകളിലേക്ക് ഉണ്ട്. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഭാഷ ഉപയോഗിക്കാൻ കാരണം അതാണ്, ഇദാ ജലസ ബൈന ശുഅബിഹാ അൽ അർബഅ. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷൻ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ, അതാണ് ഇദാ ജലസ ബൈന ശുഅബിഹാ അൽ അർബഅ സുമ്മ ജഹദഹാ എന്ന് പറഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ടാൽ ഫഖദ് വജബൽ ഗുസ്ൽ, അവന് കുളി നിർബന്ധമായി എന്നുള്ളതാണ്. അതൊന്നുകൂടി വ്യക്തമാക്കുന്നു. വഫീ ലഫ്ളിൻ ലി മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞു വഇൻ ലം യുൻസിൽ, അവന് മനിയൊന്നും പുറത്തു പോയിട്ടില്ലെങ്കിലും, അതാണ് വഇൻ ലം യുൻസിൽ, ഒന്നും തന്നെ അവൻ നിന്നും പുറത്തു പോയിട്ടില്ലെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം കുളി നിർബന്ധമാണ്. അപ്പോൾ കുളി നിർബന്ധമാകാൻ മനി പുറത്തേക്ക് തെറിച്ചു പോകണം എന്ന് നിർബന്ധമില്ല. ഭാര്യയുമായി ഒരാൾ ബന്ധപ്പെട്ടു, അത് പൂർത്തിയാക്കാതെ ഒരാൾ പോയാൽ തന്നെ അവന്
കുളിക്കൽ നിർബന്ധമാകും എന്നാണ് ഈ ഹദീസിൽ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് നേരത്തെ പറഞ്ഞത് ഇതാണ്. അദ്ദേഹം പറഞ്ഞ, ഒരാൾ എന്നോട് പറയുകയുണ്ടായി 6 മാസത്തോളം അവൻ ഭാര്യയുമായി ബന്ധപ്പെട്ടപ്പോ ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ കുളിക്കാറുണ്ടായിരുന്നില്ല, രണ്ടുപേരും കുളിക്കാറുണ്ടായിരുന്നില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. കാരണം അവിടെ ജിമാ എന്ന് പറഞ്ഞാൽ അത് നടന്നാൽ മാത്രം മതി, മനി പുറത്തേക്ക് പോകണം എന്നുള്ളത് യാതൊരു നിർബന്ധവുമില്ല എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ജിമാ ആണ് ഒരാളുടെ നോമ്പ്. റമദാൻ മാസത്തിൽ ഒരാൾ ഈ ഒരു ജിമാ മാത്രം നടത്തിയാൽ തന്നെ അയാളുടെ നോമ്പ് ബാത്തിലാകാനും അയാൾക്ക് കഫാറത്തുൻ മുഗല്ലദ, കടുത്ത കഫാറത്ത്, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കാനും ഒക്കെയുള്ള കഫാറത്ത്, പ്രായശ്ചിത്തം ഒക്കെ ആകാൻ ഇത് മാത്രം മതി. അതല്ലാതെ ലൈംഗിക ദ്രാവകം പുറത്തേക്ക് വരണം എന്നില്ല. അല്ലെങ്കിൽ അതിന് താഴെ എന്തെങ്കിലും ചെയ്താൽ ഈ കഫാറത്ത് ഉണ്ടാകുകയും ചെയ്യില്ല, അതിന്റെ ആവശ്യവുമില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് വ്യഭിചാരത്തിന് അയാൾക്ക് ഹദ്ദ് നടപ്പാക്കുന്നതും ഈ രൂപത്തിൽ ചെയ്താൽ അത് മതി, അവിടെ ഹദ്ദ് നടപ്പാക്കും. അത് കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ് എങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് അവനെ എറിഞ്ഞു കൊല്ലും, അതല്ലാത്തതാണ് എങ്കിൽ അവന് അടി ലഭിക്കും എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരാളുടെ ഹജ്ജ് ഫസാദാകാൻ, ഹജ്ജിൽ ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല, ഹജ്ജ് ഫസാദാകാനും ഈ രൂപത്തിൽ ഒരാൾ ബന്ധപ്പെട്ടാൽ മതി. അതോ അവന്റെ മനി പുറത്തേക്ക് പോകണം എന്ന് നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കാം. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മനി പുറത്തു വന്നിട്ടില്ല എങ്കിലും കുളിക്കൽ നിർബന്ധമാണ്. ബന്ധപ്പെട്ടോ കുളിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അവർ പറയുകയാണ്, ഇന്ന റജുലൻ സഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റജുലി യുജാമിഉ അഹ്ല സുമ്മ യുക്സിൽ. ഒരു വ്യക്തി തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുകയും സുമ്മ യുക്സിൽ എന്ന് പറഞ്ഞാൽ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അക്സൽ റജുലു ഫീ ജിമാഇഹി ഇദാ ളഅഫ അനിൽ ഇൻസാൽ. ഒരു വ്യക്തി തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ അക്സല എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇദാ ളഅഫ അനിൽ ഇൻസാൽ, അഥവാ അവനിൽ ഇൻസാൽ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചു, ഹൽ അലൈഹിമാ അൽ ഗുസ്ൽ, അവർ രണ്ടുപേർക്കും കുളി നിർബന്ധമാണോ? വആയിഷ ജാലിസ, ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഇരിക്കുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅഫ്അലു ദാലിക അന വഹാദിഹി, ഞാനും ഇവരും അതുപോലെ ചെയ്യാറുണ്ട്. സുമ്മ നഗ്തസിൽ, പിന്നീട് നമ്മൾ രണ്ടുപേരും കുളിക്കും. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇത് ഇൻസാൽ സംഭവിച്ചിട്ടില്ല എങ്കിലും കുളിക്കൽ നിർബന്ധമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു ചോദ്യമുണ്ട്, മസ്സുൽ ഖിതാനി ദൂന ഇലാജ്, ലൈംഗിക അവയവങ്ങൾ പരസ്പരം സ്പർശിച്ചു, പക്ഷേ അത് പരസ്പരം സ്പർശിക്കൽ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ എങ്കിൽ അതൊരിക്കലും തന്നെ കുളി നിർബന്ധമാക്കുന്നില്ല. അത് ഇജ്മാ ഉണ്ട്. പുറത്തേക്കൊന്നും പോയിട്ടില്ല എങ്കിൽ കേവലം സ്പർശിച്ചു എന്നുള്ളത് കൊണ്ട് കുളി നിർബന്ധമാക്കുന്നില്ല എന്നുള്ളത് പണ്ഡിതന്മാർ വ്യക്തമാക്കിയ കാര്യത്തിൽ പെട്ടതാണ്. ഇതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്നാൽ ചില ആളുകൾ ചോദിച്ചേക്കാം, ഒരു ഹദീസുണ്ട്, ഇന്നൽ മാ മിനൽ മാ, തീർച്ചയായും കുളിക്കൽ അത് അങ്ങനെ ലൈംഗിക ദ്രാവകം പോയാൽ മാത്രമേ അത് കുളിക്കേണ്ടതുള്ളൂ എന്ന് ഹദീസ് ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് സഹീഹാണെങ്കിൽ തന്നെ ഈ ഒരു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് കൊണ്ട് അത് മൻസൂഖായി പോയി, അതിന്റെ വിധി ദുർബലപ്പെട്ടു പോയി. ഇത് വളരെ വ്യക്തമായി സഹീഹായി ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് ഒരാൾ ലൈംഗിക ബന്ധത്തിൽ കേവലം ഏർപ്പെടുക എന്നത് തന്നെ അയാൾക്ക് കുളി നിർബന്ധമാക്കാൻ പറ്റിയ കാരണമാണ് എന്ന് കാണാൻ സാധിക്കും. അടുത്ത ഹദീസ്, عن أبي جعفر محمد بن علي بن الحسين ابن علي بن أبي طالب رضي الله عنهم أنه كان هو وأبوه عند جابر بن عبد الله وعنده قوم فسألوه عن الغسل فقال صاع يكفي. فقال رجل ما يكفيني؟ فقال جابر كان يكفي من هو أوفى منك شعرا وخيرا منك يريد رسول الله صلى الله عليه وسلم ثم أمنا في ثوب. وفي لفظ كان رسول الله صلى الله عليه وسلم يفرغ الماء على رأسه ثلاثا. الرجل الذي قال ما يكفيني هو الحسن بن محمد بن علي بن أبي طالب أبوه ابن الحنفية رحمه الله. ശരി, ഈ ഹദീസിൽ എന്താണ് വന്നിട്ടുള്ളത്? ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അബൂ ജഅഫർ മുഹമ്മദ് ബിൻ അലി ബിൻ ഹുസൈൻ ബിൻ അലി ബിൻ അബി താലിബ്, അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലുള്ള അബൂ ജഅഫറാണ്. മുഹമ്മദ് ബിൻ അലി ഇബ്ൻ ഹുസൈൻ ബിൻ അലി ബിൻ അബി താലിബ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ ഹുസൈനിന്റെ പേരക്കുട്ടിയാണ് മുഹമ്മദ്. അദ്ദേഹം അബൂ ജഅഫറാണ്. അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉപ്പയും ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നു. വഇൻദഹു ഖൗമുൻ, അവരുടെ അടുക്കൽ കുറച്ച് ആളുകളും അവിടെ കൂട്ടത്തിലുണ്ട്. ഫസഅലൂഹു അനിൽ ഗുസ്ൽ, ആ ആളുകൾ ഇദ്ദേഹത്തോട്
കുളിയുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചു. കാരണം ആളുകൾ സ്വാഭാവികമാണ്, അവർക്ക് ആ വിഷയം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചോദിക്കും. ഫസഅലുഹു അനിൽ ഗുസ്ൽ, കുളിയുമായി ബന്ധപ്പെട്ട കാര്യം അവർ ചോദിച്ചു. ഫഖാൽ സാഉൻ യക്ഫീക, ഒരു സാ മതിയാകും. അത് കുളിയുടെ മിഖ്ദാർ എന്നാണ് ചോദിക്കുന്നത്. മിഖ്ദാറുൽ ഗുസ്ൽ, കുളിക്കാൻ വേണ്ടിയിട്ട് എത്ര വേണം, വെള്ളം വേണം എന്നതാണ് ഈ ഹദീസിൽ മനസ്സിലാക്കുന്നത്. അവർ പറഞ്ഞു സാഉൻ യക്ഫീക, നിനക്കൊരു സാ മതിയായതാണ് എന്ന് പറഞ്ഞു. എത്രയാണ് സാ എന്ന് പറഞ്ഞാൽ? ഈ സാ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫിത്ർ സക്കാത്തിന് ഉപയോഗിക്കുന്ന അതേ സാ തന്നെയാണ്. അതിന് പണ്ഡിതന്മാർ ഏകദേശം നമ്മൾ അരിക്ക് ഏറ്റവും കൂടിയതായി കണക്കാക്കാറുള്ളത് 3 കിലോയാണ്. അതുപോലെ തന്നെ ഇതും 3 ലിറ്റർ വെള്ളമാണ് ഇതും കണക്കാക്കിയിട്ടുള്ളത്. അത് ഒരു 3 ലിറ്റർ വെള്ളം ഏകദേശം, അത് കൂടുതലാണ്, അതിൽ കുറവേ വരികയുള്ളൂ, അത്ര മതി എന്ന് പറഞ്ഞു. ഫഖാല റജുൽ, അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞു മാ യക്ഫീനി, എനിക്കതൊന്നും മതിയാവുകയില്ല എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു കാന യക്ഫി മൻ ഹുവ ഔഫാ മിൻക ശഅറൻ വ ഖൈറൻ മിൻക, നിന്നേക്കാൾ കൂടുതൽ മുടിയുണ്ടായിരുന്ന, നിന്നേക്കാൾ ഖൈറായ ഒരു വ്യക്തിക്ക് ഇത് തന്നെ മതിയായിരുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടുന്ന് ഉദ്ദേശിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല മുടിയുണ്ടായിരുന്നു, അവിടുത്തെ ചെവിക്കുറ്റിയോളം മുടിയുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഖൈറായ വ്യക്തിയാണ്, സൂക്ഷ്മതയിൽ കുറവ് വരുത്തുന്ന ഒരാളല്ല, തഖ്വയിൽ കുറവ് വരുത്തുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് മതിയായിരുന്നു. അഥവാ ഇത് മതിയാകുകയില്ല എന്ന് നീ പറയേണ്ടതില്ല, ഇത് നിന്നേക്കാൾ ഖൈറുള്ള മുടിയാണ് നമുക്ക് ഏറ്റവും ആവശ്യം. കാരണം തലയിലാണ് കഴുകാൻ കുറച്ചെങ്കിലും ഒരു പ്രയാസം ഉള്ളത്, ഒരുപാട് വെള്ളം എത്തേണ്ട പ്രയാസമൊക്കെ അങ്ങനെ ഉണ്ടായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാകട്ടെ താടിയാകട്ടെ അത് നല്ല കട്ടിയുള്ളതായിരുന്നു എന്ന് കാണാൻ സാധിക്കും ഹദീസുകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. സുമ്മ അമ്മന ഫീ സൗബിൻ, പിന്നീട് ഒറ്റ വസ്ത്രത്തിൽ, ഒരു സൗബിൽ അദ്ദേഹം ഞങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു. അത് വേറൊരു വിഷയം കൂടി സൂചിപ്പിക്കാനാണ്. ഒരാൾക്ക് ഒരു വസ്ത്രമേ ഉള്ളൂ എങ്കിൽ അത് ഇട്ടുകൊണ്ട് നിസ്കരിക്കാം എന്നുള്ള അർത്ഥം. അപ്പൊ ആ ഒരു വസ്ത്രം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്ന ഒരൊറ്റ തുണിയേ ഉള്ളൂ എങ്കിൽ അതിന്റെ രണ്ടറ്റം അത് കഴുത്തിലേക്ക് കെട്ടാൻ പറ്റിയാൽ അങ്ങനെ നിസ്കരിക്കാം. ഇനി അതല്ല, ഒരാൾക്ക് ഒറ്റ സൗബേ ഉള്ളൂ, അതിന്റെ താഴെ ഇടാൻ വേറെ സിർവാലോ പാന്റുകളോ അല്ലെങ്കിൽ ആ രൂപത്തിലൊന്നുമില്ല എങ്കിൽ അയാൾക്ക് അത് മതിയാകുന്നതാണ്. ഔറത്ത് വെളിപ്പെടാതെ സൂക്ഷിച്ചാൽ മതി, ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കാം എന്നുള്ളതിന് തെളിവായിട്ട് ഈ ഒരു പ്രവൃത്തി പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. വഫീ ലഫ്ദിൻ, ഒരു ലഫ്ദിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്രിഗുൽ മാഅ അലാ റഅസിഹി സലാസ, അവിടുന്ന് 3 തവണ വെള്ളം തലയിൽ ഇങ്ങനെ ഒഴിക്കുമായിരുന്നു എന്ന് വന്നിട്ടുണ്ട് എന്ന് കാണാം. എനിക്കിത് മതിയാവുകയില്ല എന്ന് പറഞ്ഞത് അൽ ഹസൻ ബിൻ മുഹമ്മദ് ബിൻ അലി ബിൻ അബി താലിബിന്റെ മകനായ മുഹമ്മദിന്റെ മകനായ അൽ ഹസൻ എന്നിവരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പണ്ഡിതന്മാർ ഇതിൽ നിന്നും ഒന്ന് ഫായിദയായി എടുക്കുന്നത്, ഒന്ന് മിഖ്ദാറു മാ യുക്തസലു ബിഹി, കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ എണ്ണം. അല്ല, ഏറ്റവും അഫ്ളൽ ഏറ്റവും കുറഞ്ഞ വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ്. അത് നിർബന്ധമല്ല, പക്ഷെ ഏറ്റവും അഫ്ളൽ ഒരാൾ ഏറ്റവും കുറഞ്ഞ വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശുദ്ധി വരുത്തുന്ന ആളാണ്, ഏറ്റവും ഖൈറായ വ്യക്തിയാണ്. അവിടുന്ന് അത്ര ഉപയോഗിച്ചത് അത് മതിയായത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ വെള്ളം കുറവായിരിക്കാം, ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറഞ്ഞ വെള്ളത്തിൽ അത് കുളിക്കുക എന്നുള്ളത് അഫ്ളലായ കാര്യമാണ്. കാരണം അതല്ല എങ്കിൽ അതിൽ ഒരുപാട് ഇസ്രാഫ് ഉണ്ടാകും. ആൾ ജനാബത്ത് കുളിയാണ്, അതുകൊണ്ടൊന്ന് ഗംഭീരമാക്കണം എന്നൊന്നും ആരും കരുതേണ്ടതില്ല. ജനാബത്ത് കുളിയല്ല, അപ്പൊ നല്ല ഒരുപാട് വെള്ളം അങ്ങനെ ഉപയോഗിക്കണം എന്നാലേ അത് ശരിയാവുകയുള്ളൂ, കൂടുതൽ കൂലി കിട്ടുകയുള്ളൂ എന്നൊന്നും കരുതേണ്ടതില്ല. സാഉൻ യക്ഫീക, നിനക്കൊരു സാ തന്നെ മതിയായതാണെന്നാണ്. ചില റിവായത്തിൽ കാണാൻ സാധിക്കും യഗ്തസിലു ബിസാഇൻ ഇലാ 5 അംദുദ്, ഒരു സാ മുതൽ 5 മുദ്ദ് വരെ. ഒരു സാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ ഒരാൾ ഒത്ത വീതിയുള്ള കൈയുള്ള ഒരാൾ അതിൽ നിന്നും ഇങ്ങനെ ഒരു കൈക്കുമ്പിളിൽ എത്രയാണോ കോരിയെടുക്കുന്നത് അതാണ് ഒരു മുദ്ദ്. അങ്ങനെയുള്ള 4 മുദ്ദുകളാണ് ഒരു സാ. ഇപ്പൊ ചില റിവായത്തിൽ ഒരു സാ മുതൽ 5 മുദ്ദ് വരെ, അഥവാ 4 അല്ലെങ്കിൽ 5 മുദ്ദിലാണ് കുളിച്ചിരുന്നത് എന്ന് കാണാം. അപ്പൊ 3 ലിറ്ററോ അല്ലെങ്കിൽ അതിലല്പം കൂടുതലോ ഉണ്ടായിരിക്കാം. ശരി, ഇനി മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഈ ഒരു വെള്ളത്തിൽ ഇതിൽ മാത്രം ഒതുക്കി കുളിക്കണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്ത ഒരു മുദ്ദിലാണ്, ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമല്ല. ഒരു വ്യക്തിക്ക് അത് തികയാതെ വന്നാൽ അയാൾക്ക് അതിൽ വർദ്ധിപ്പിക്കാം, അതിൽ യാതൊരു കുഴപ്പവുമില്ല. പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾക്ക് അങ്ങനെ തികയാതെ വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഒരിക്കൽ ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു, ഇന്നി അതവല്ലഉ ബിമുദ്ദിൻ വയക്ഫീനി, ഞാൻ ഒരു മുദ്ദിലാണ് വുളു എടുക്കുന്നത്, അതെനിക്ക് മതിയാകുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇൻ കാന യക്ഫീക മിൻ ഗൈരി മസ്ഹിൻ അജ്സാക, നിനക്ക് തടവാതെ ശരിക്കും തന്നെ അത് വുളു എടുക്കാൻ പറ്റുമെങ്കിൽ അത് മതിയായതാണ്. അപ്പൊ ഒരിക്കലും വുളുവിൽ ഇങ്ങനെ തടവാൻ പാടില്ല. തടവുക എന്നുള്ളത് വേറെയാണ്, ഗസ്ല് വേറെയാണ്. നമ്മൾ പറഞ്ഞു തടവുക എന്ന് പറഞ്ഞാൽ വെള്ളം അവിടുന്ന് വിട്ട് കിടക്കുകയില്ല,
മസഹ എന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഗസ്ൽ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് വെള്ളം ഉറ്റി പുറത്തേക്ക് പോകും. അപ്പൊ അങ്ങനെ ഉറ്റി പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ നിനക്ക് വുളു എടുക്കാൻ പറ്റുമെങ്കിൽ അത് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ചില ആളുകൾക്ക് ചിലപ്പോൾ അത് നന്നായിട്ട് കുറച്ചു വെള്ളത്തിൽ കൊണ്ട് വുളു എടുക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയെങ്കിലും ഒരു മുദ്ദിൽ വുളു എടുക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം പരമാവധി കുറക്കുക, എന്നിട്ട് കൃത്യമായി കഴുകുക. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ചില ആളുകൾ എങ്ങനെ ഉപയോഗിച്ചാലും ഒരുപാട് വെള്ളം അങ്ങനെ കളയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടത്, അദ്ദേഹം വുളു എടുത്തു കഴിഞ്ഞാൽ വെള്ളമൊന്നും ഭൂമിയിലേക്ക് കാണുകയില്ല എന്നാണ്. അപ്പൊ ധാരാളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കളയുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഭൂമിയിലേക്കൊന്നും കാണുമായിരുന്നില്ല എന്നാണ്. ഇന്ന് ചില ആളുകൾ വുളു എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തെ പറമ്പിലേക്ക് വരെ വെള്ളം എത്തും. കാരണം ഒരു വലിയ പൈപ്പ് അങ്ങനെ തിരിച്ചിട്ട് വുളു എടുത്താൽ ചില ആൾക്ക് ഒരു റാഹത്ത് കിട്ടുന്നതാണ്. അങ്ങനെ കാണാൻ പറ്റും. ചില മസ്ജിദിലൊക്കെ പോയാൽ ആളെ കാണാൻ പറ്റും, പൈപ്പ് മുഴുവനായിട്ട് അവർക്ക് തിരിച്ചിട്ടണം. അങ്ങനെയല്ല, കൈയൊക്കെ ഫുള്ള് വെച്ച് അങ്ങനെ ഉരച്ച് കഴുകി. നമ്മൾ പറഞ്ഞു അതൊന്നും അങ്ങനെ നിബന്ധനയുള്ള കാര്യമോ മറിച്ച് പാടില്ലാത്ത കാര്യമാണ്. 3-ലധികം കഴുകുന്നത് തന്നെ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു സലഫുകൾ വുളു എടുത്തത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരാൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ ഏറ്റവും കുറഞ്ഞ വെള്ളത്തിൽ പരമാവധി ശ്രമിക്കുക. ഏറ്റവും കുറഞ്ഞ വെള്ളത്തിൽ പരമാവധി ശ്രമിക്കുക. അതല്ലാതെ മുദ്ദ് തികക്കാൻ വേണ്ടി വുളു മര്യാദക്ക് എടുക്കാത്ത രൂപത്തിൽ എടുക്കുന്നത് അത് പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ഹദീസിൽ മറ്റൊരു പാഠമുണ്ട്. ഇതിന്റെ അവസാനത്തിൽ പറഞ്ഞു, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഫ്രിഗുൽ മാഅ അലാ റഅസിഹി സലാസ, തലയിൽ 3 തവണ വെള്ളം കോരി ഒഴിക്കുമെന്നാണ്. അപ്പൊ ഈ ഹദീസിൽ മുടിയുടെ അകത്തേക്ക് വെള്ളം എത്തിച്ചതായിട്ടൊന്നും ഈ ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, തലയുടെ തലയോട്ടിയിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് വാജിബായ കാര്യമല്ല, മറിച്ച് അതൊരു മുസ്തഹബായ കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മുടി ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് എത്തുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ആ മുകളിലുള്ള മുടി നനഞ്ഞാൽ തന്നെ അത് നിർബന്ധ ബാധ്യത കഴിഞ്ഞു. ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വാജിബല്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യം, ഒരാൾക്ക് അങ്ങനെ എത്തിച്ച് നല്ല വൃത്തിയിൽ കുളിക്കാൻ പറ്റിയാൽ നല്ലതാണ്. പക്ഷെ അങ്ങനെ ഉള്ളിലെത്തിയാലേ അങ്ങനെ സംശയങ്ങളൊന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള സംശയം അത് ആവശ്യമില്ല. അങ്ങനെല്ലാം എത്തിക്കാൻ നിന്നാൽ ഈ പറഞ്ഞതുപോലെ ഒരു സാഹ് കൊണ്ടൊന്നും ചിലപ്പോ കുളിക്കാൻ കഴിയുകയില്ല. അതുപോലെ ഈ ഹദീസിൽ നിന്നും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പോലുള്ള ആളുകൾ പറഞ്ഞു, ഒരാൾക്ക് തസ്ലീസ് 3 തവണ കുളിക്കുക, 3 തവണ കഴുകുക എന്നുള്ളത് തലക്ക് മാത്രമേ സുന്നത്തുള്ളൂ, തലയിൽ മാത്രമേ സുന്നത്തുള്ളൂ. ശരീരത്തിന്റെ മറ്റവയവങ്ങളിൽ 3 തവണ കോരി ഒഴിക്കണം. ഓരോ ഭാഗത്ത് വലത് 3, ഇടത് 3 അങ്ങനെ ഒഴിക്കണം എന്നുള്ളത് സുന്നത്തില്ല. കാരണം അത് സുന്നത്തായിരുന്നെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സായിൽ അല്ലെങ്കിൽ 5 മുദ്ദിൽ കുളിക്കാൻ പറ്റില്ലായിരുന്നു, ഉറപ്പാണ്. കാരണം അത്രയും 3 ലിറ്റർ വെള്ളം മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഓരോ ഭാഗവും 3 തവണ കഴുകിയാൽ അത് ശരിയാവുകയില്ല. പണ്ഡിതന്മാർ പറയുന്നു, ഒരു മുദ്ദ് കൊണ്ട് അവിടുന്ന് വുളു എടുക്കുകയും ബാക്കിയുള്ള ഒരു സാഹ് കൊണ്ട്, 5 ആണെങ്കിൽ ബാക്കി ഒരു സാഹ് ഉണ്ടാകും, അതുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ കുളിക്കുകയുമായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ചിലർ പറഞ്ഞു ആ 5 മുദ്ദ് കൊണ്ട് മുഴുവനായി കുളിക്കാൻ അവിടുന്ന് ഉപയോഗിച്ചിരുന്നു എന്നെല്ലാം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വുളു എടുക്കാൻ ധാരാളം വെള്ളം വേണം എന്നുള്ളത് നമ്മൾ വിചാരിക്കേണ്ടതില്ല. വുളു എടുക്കാൻ പരമാവധി കുറഞ്ഞ വെള്ളം മതി. അതെത്ര സമൃദ്ധമായ വെള്ളമുള്ള സ്ഥലത്താണെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് നമുക്ക് ധാരാളം ഉപയോഗിക്കാമെന്ന് കരുതേണ്ടതില്ല. നമുക്ക് പരമാവധി കുറഞ്ഞ വെള്ളത്തിൽ കുളിക്കാൻ ശ്രദ്ധിക്കുക. പൂർണ്ണമായി ശുദ്ധി വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ അയാൾക്ക് വൃത്തിയാക്കുന്നതിന് വേണ്ടി മറ്റുമൊക്കെ വെള്ളം അധികം ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ട് എന്നല്ല, മറിച്ച് എന്തെങ്കിലും പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം വെള്ളം ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട അടുത്ത അധ്യായം എന്ന് പറയുന്നത് ബാബു അത്തയമ്മും, തയമ്മുമിന്റെ അധ്യായമാണ്. അധ്യായം ഗുസ്ലുൽ ബാബുൽ ജനാബ കഴിഞ്ഞിട്ട് അടുത്ത അധ്യായമായി കൊടുത്തിട്ടുള്ളത് തയമ്മുമിന്റെ അധ്യായമാണ്. അപ്പൊ ഹദീസുകൾ വായിക്കാം. അതുമുമ്പ് എന്താണ് തയമ്മും എന്ന് പറഞ്ഞാൽ? ഭാഷയിൽ തയമ്മമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖസ്ദ് എന്നാണ്, ഉദ്ദേശിച്ചു എന്നേ അർത്ഥമുള്ളൂ. യമ്മശൈ എന്ന് പറഞ്ഞാൽ ഖസദഹു, ഒരു കാര്യം തയമ്മമ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിച്ചു. ഇവിടെ തയമ്മും ചെയ്യുന്ന ആളുകൾ ശുദ്ധമായ മണ്ണ് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ട്. ഉദ്ദേശിച്ചു എന്ന അർത്ഥത്തിൽ ഖുർആനിലെല്ലാം ആയത്തിൽ ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് തയമ്മുമിന് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. എന്താണ് തയമ്മും? അതുകൊണ്ട് ശർഈ ആയിട്ട് എന്താണ് തയമ്മുമിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ അത്തഅബ്ബുദു ലില്ലാഹി ബിതത്ഹീരിൽ വജ്ഹി വൽ കഫൈനി ബിത്തുറാബി അലാ സിഫത്തിൻ മഖ്സൂസ വഹുവ ബദലുൻ അൻ തഹാറത്തിൽ മാ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഇബാദത്താണ്. അത് ഒരു ആദത്തായ കാര്യമല്ല. അതിൽ ഒരാളുടെ മുഖവും അയാളുടെ 2 കൈകളും എന്ന് പറഞ്ഞാൽ കൈപ്പത്തി,
അത് രണ്ടും ഒരാൾ ശുദ്ധിയാക്കുന്നുണ്ട്. അല സിഫത്തിൻ മഖ്സൂസ, പറയപ്പെട്ട ആ ഒരു രൂപത്തിൽ. വഹുവ ബദലുൻ അൻ തഹാറത്തിൽ മാ, വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുന്നതിന്റെ പകരമാണ്. അതുകൊണ്ട് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയിട്ട് ഒരാൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം തയമ്മും കൊണ്ട് ചെയ്താൽ ഒരാൾക്ക് പറ്റും. ഇനി എപ്പോഴാണ് ഒരാൾക്ക് തയമ്മും അനുവദിക്കപ്പെടുക? തയമ്മും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഏത് നേരം വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തയമ്മും ചെയ്തിട്ട് സുന്നത്തെടുക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതൊരിക്കലും അനുവദിക്കപ്പെടുകയില്ല. തയമ്മും എന്നുള്ളതിന് രണ്ട് നിബന്ധന വേണം. രണ്ടിലേതെങ്കിലും ഒരു കാര്യം അയാൾക്ക് സംഭവിക്കണം. ഒന്നുകിൽ വെള്ളം ഇല്ലാതിരിക്കുക, അയാൾക്ക് അവിടെ വെള്ളത്തിന്റെ ഇല്ല, വെള്ളം ഏതെങ്കിലും രൂപത്തിലാകട്ടെ വെള്ളം അവിടെ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇമ്മ ബിഅദമിൽ മാ, വെള്ളം അവിടെ ഇല്ല. വെള്ളം ഇല്ല എന്ന് പറഞ്ഞാൽ ചില സമയത്ത് തീരെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും, ഒരു തുള്ളി വെള്ളമില്ല, കുടിക്കാനല്ല ഒന്നുമില്ല. രണ്ടാമത്തേത് വെള്ളം കുറച്ചുണ്ടാവും, അത് ഒരാൾക്ക് കുടിക്കാനൊക്കെ തികയുകയുള്ളൂ. ഒരാളത്ത് ആകെ ഒരു വീട്ടിലൊരു ക്യാനിൽ വെള്ളമുണ്ട്, അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം കുടുംബവും മറ്റുമൊക്കെ ഉള്ളതാണ്. ഈ വെള്ളം എടുത്ത് വുളു എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളിക്കാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് കുടിക്കാൻ അവിടെ വെള്ളം ഉണ്ടാവുകയില്ല. അപ്പൊ ഈ സമയത്തും ഒരാൾക്ക് തയമ്മും ചെയ്യാം. അത് ഒന്നുകിൽ പൂർണ്ണമായി വെള്ളം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ അത്യാവശ്യത്തിനല്ലാതെ വേറെ വെള്ളം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുക. അപ്പൊ ഈ സമയത്ത് ഒരാൾക്ക് തയമ്മും ചെയ്യാം, അപ്ലൈ തയമ്മും ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ല എങ്കിൽ രണ്ടാമത് വെള്ളമുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാൻ എന്തെങ്കിലും തടസ്സം അയാൾക്കുണ്ട്. ഉപയോഗിക്കാനുള്ള തടസ്സം അയാൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള കയ്യിലുള്ള പൊട്ടലുകളോ അതല്ല ഏതെങ്കിലും രൂപത്തിലുള്ള രോഗങ്ങളോ അയാൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ അത് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ പെട്ടതാണ് കടുത്ത തണുപ്പ്. ചിലപ്പോൾ ആ കടുത്ത തണുപ്പിൽ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ആകെ പനിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്കാകെ രോഗം മൂർച്ഛിക്കാനും അല്ലെങ്കിൽ അയാൾ ഒരുപക്ഷെ മരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ മരിച്ചൊരു സംഭവം നമുക്ക് സഹാബത്തിന്റെ ഇടയിൽ കാണാൻ സാധിക്കും. കാരണം അവർക്ക് വെള്ളത്തിന് പകരം തയമ്മും ചെയ്യുന്നത് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, പ്രയാസമുണ്ടാകുന്ന അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് തയമ്മും ചെയ്യാം. അതല്ലാതെ തയമ്മും എന്ന് പറഞ്ഞാൽ വേഗം പോയി എടുത്ത് തയമ്മും ചെയ്യാം എന്നല്ല, മറിച്ച് തയമ്മും ചെയ്യുന്നതിന് മുമ്പ് ആദ്യം വെള്ളമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. നമ്മുടെ ടാങ്കിലില്ല എങ്കിലും നമ്മൾ കിണറ്റിലുണ്ട് എങ്കിൽ നമുക്ക് തയമ്മും ചെയ്യാൻ പറ്റുകയില്ല. കിണറ്റിലുള്ള വെള്ളം അത് നമ്മളെടുത്ത് കോരി നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇനി അതല്ല തൊട്ടടുത്ത് കടയുണ്ട്, ആ കടയിൽ വെള്ളം വളരെ ചെറിയ പൈസക്ക് നമുക്ക് കിട്ടാനുണ്ട്, ഉടനെ തയമ്മും ചെയ്യുകയല്ല, ചെറിയ പൈസക്ക് നമുക്ക് വെള്ളം കിട്ടാൻ പറ്റുമെങ്കിൽ ഒരു ക്യാന് വെള്ളം മേടിക്കുക. ആ രൂപത്തിൽ ഇപ്പൊ യാത്രയിലാകുമ്പോൾ ചില ആളുകളെ വിചാരം യാത്രയിലുള്ള എന്തോ റുഖ്സയാണ് തയമ്മും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ യാത്രയിൽ കസറക്കാക്കാൻ അനുവാദമുള്ളതുപോലെ, 4 റക്കായത്ത് 2 റക്കായത്ത് അനുവാദമുള്ളതുപോലെ, ജംഅ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അനുവാദമുള്ളതുപോലെ ചില ആളുകളുടെ ധാരണ അപ്പൊ യാത്രയിൽ നമുക്ക് കിട്ടിയൊരു റുഖ്സയാണ് തയമ്മും എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. അപ്പൊ യാത്രയിൽ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട് എങ്കിൽ ആ വെള്ളം നിർബന്ധമായും അത് ഉപയോഗിച്ച് നമ്മൾ വുളു എടുക്കേണ്ടതുണ്ട്. ഇനി അതല്ല, നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് അവിടെ ഒരു കട കണ്ടു, അവിടെ 1 ലിറ്റർ വെള്ളം നമുക്ക് വാങ്ങാൻ പറ്റിയാൽ, നാം നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം 1 ലിറ്റർ വെള്ളത്തിൽ ഒരുപാട് ആളുകൾക്ക് വുളു എടുക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെള്ളമില്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഒറ്റ തവണ ഓരോ അവയവവും കഴുകിയാൽ അത് മതിയായതാണ്. 2 തവണ 3 തവണ കഴുകുക എന്നുള്ളത് സുന്നത്താണ്. ഒരാൾ 1 തവണ കഴുകിയാലും അത് മതിയായതാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ തയമ്മും എന്ന് പറയുന്നത് പെട്ടെന്ന് എടുത്ത് ചെയ്യേണ്ടതല്ല, മറിച്ച് അങ്ങനെ വെള്ളമില്ലാത്ത സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ തയമ്മും അതിന് അനുമതിയുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. തയമ്മുമായി ബന്ധപ്പെട്ട ഹദീസ് വായിക്കാം. ഒന്നാമത്തെ ഹദീസ് അൻ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ മുഅ്തസല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടു. ലം യുസല്ലി ഫിൽ ഖൗം, നബിയുടെയും സഹാബത്തിനോടുമൊപ്പം അവിടുന്ന് ജമാഅത്തായി നിസ്കരിക്കാനുണ്ടായിരുന്നില്ല. ഫഖാൽ യാ ഫുലാൻ മാ മനഅക അൻ തുസല്ലി ഫിൽ ഖൗം, ജനങ്ങളോടൊപ്പം നിസ്കരിക്കാൻ നിനക്ക് എന്താണ് തടസ്സമുണ്ടായിരുന്നത്? അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അസ്സാബത്നി ജനാബ, എനിക്ക് ജനാബത്ത് സംഭവിച്ചു, വലമ, എന്നാൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അതോ വലമ ഇൻദി, എന്റെ അടുക്കൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഫഖാൽ അലൈക ബിസ്സഈദ് ഫഇന്നഹു യക്ഫീക്, നിനക്ക് ഈ ഭൂമുഖം മതിയല്ലോ, മണ്ണ് അത് മതിയല്ലോ, ഫഇന്നഹു യക്ഫീക്, അത് നിനക്ക് മതിയായതാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ശരി, ഇതിൽ ഒന്നാമത്തെ കാര്യം, ഈ വിഷയവുമായി തയമ്മുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നതിന് മുമ്പ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തി ജമാഅത്തായി നിസ്കരിക്കാതെ മസ്ജിദിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ ചോദ്യം ചെയ്തു, യാ ഫുലാൻ മാ മനഅക അൻ തുസല്ലി ഫിൽ ഖൗം, നമ്മളോടൊപ്പം നിസ്കരിക്കാതിരിക്കാൻ നിനക്ക് എന്താണ് തടസ്സമുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. കാരണം അത് കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ജമാഅത്ത് നടക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് പുറകിൽ ഇരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഒന്നുകിൽ ഹറാമാണ്, അതല്ലെങ്കിൽ മക്രൂഹാണ്.
ഈ രണ്ടാലൊരു വിധിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നത്. എപ്പോഴാണ് ഒരു വ്യക്തി അങ്ങനെ നിസ്കരിക്കാതെ പുറകിലിരിക്കുന്നത് മക്രൂഹാകുന്നത് എപ്പോഴാണ്? പണ്ഡിതന്മാർ പറയുന്നു, എപ്പോഴാണെന്ന് വെച്ചാൽ അയാൾ നേരത്തെ വീട്ടിൽ നിന്നോ അതല്ലെങ്കിൽ അയാൾ വരുന്ന യാത്രയിൽ നിന്നോ മറ്റോ ഈ ജമാഅത്ത്, ഇവിടെ നിൽക്കുന്ന ജമാഅത്ത് നിസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞ വ്യക്തിയാണ്. എന്നിട്ട് അയാൾ പുറകിലിരിക്കുകയാണെങ്കിൽ പോലും അത് മക്രൂഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കുന്ന ആളുകളോട് അങ്ങനെ ഇരിക്കരുത്, നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറയുകയുണ്ടായി. രണ്ട് വ്യക്തികൾ ഇതുപോലെ വേറൊരു സംഭവത്തിൽ രണ്ടാളുകൾ ഒരിക്കൽ ജമാഅത്തിൽ പങ്കെടുക്കാതെ ഇങ്ങനെ മാറിയിരിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ ഉടനെ അവർ രണ്ടുപേരെയും വിളിപ്പിക്കാൻ പറഞ്ഞു. അവർ കുറച്ച് അല്പം പേടിയോടുകൂടിയാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ബാലുക്കും അലം തുസല്ലിയ മഅന, എന്താ നിങ്ങൾ രണ്ടാളുകളും നമ്മോടൊപ്പം നിസ്കരിക്കാതിരുന്നത്? അവർ പറഞ്ഞു, സല്ലൈന ഫീ റിഹാലിന, നമ്മൾ യാത്രയിൽ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലൈതുമാ ഫീ റിഹാലികുമാ, നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ നിസ്കരിച്ചാൽ സുമ്മ അതൈതുഹുമാ മസ്ജിദൻ, സുമ്മ അതൈതുമാ മസ്ജിദ ജമാഅത്തിൻ, ജമാഅത്ത് നടക്കുന്ന ഒരു മസ്ജിദിൽ നിങ്ങൾ എത്തുകയും ചെയ്താൽ ഫസല്ലിയ മഅഹും, അവരോടൊപ്പം നിങ്ങൾ നിസ്കരിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഉണ്ടായൊക്കെ ഇപ്പൊ യാത്രയിൽ കഴിഞ്ഞു വരുന്ന വ്യക്തി ഇപ്പൊ മഗ്രിബിനോടൊപ്പം ഇശാ ജമാഅത്ത് ജംഅ ചെയ്തിട്ട് വന്നിട്ടുണ്ടാകാം. അപ്പൊ മസ്ജിദിലേക്ക് ഇങ്ങനെ കയറി വന്നു, അപ്പൊ അവിടെ ജമാഅത്ത് നടക്കുന്നത് കണ്ടാൽ അവൻ നിർബന്ധമായും ആ ജമാഅത്തിൽ പങ്കെടുക്കണം, നിർബന്ധമായി ജമാഅത്തിൽ പങ്കെടുക്കണം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഒരാൾ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അത് ഹറാമിന്റെ പരിധിയിൽ വരികയില്ല, അത് മക്രൂഹാണ്. കാരണം അയാൾ ആ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വേർതിരിക്കാൻ പാടില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയാറുണ്ട്, മസ്ജിദുൽ ഹറമിൽ ചില ആളുകളെ കാണാൻ സാധിക്കും, അവിടെ 23 തറാവിഹ് നിസ്കരിക്കുന്ന സമയത്ത് ഇവർ 8 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ പുറകിലേക്ക് മാറിയിരിക്കുക. അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ശരിയല്ല. അവിടെ ജമാഅത്ത് നടക്കുന്ന സമയത്ത് തീർച്ചയായും അത് പങ്കെടുക്കണം. കാരണം ഒരു ഹറാമായ നിസ്കാരമൊന്നല്ല അവിടെ നിസ്കരിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു ബിദ്അത്തായ നിസ്കാരമല്ല അവിടെ നിസ്കരിക്കുന്നത്. തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഒരിക്കലും ബിദ്അത്തല്ല. അതുകൊണ്ട് അങ്ങനെ മാറിയിരുന്ന ഒറ്റയ്ക്ക് അവിടെ പുറകിലിരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വളരെ ആക്ഷേപിച്ച് പറഞ്ഞു, ചില ആളുകൾ അങ്ങനെ ഇരുന്ന് പുറകിൽ സംസാരിക്കും, നിസ്കരിക്കുന്ന ആളുകൾ ഇടങ്ങാറാക്കും, ആ രൂപത്തിൽ തശ്വീഷ് ഉണ്ടാക്കും, ചില ആളുകൾ സൊഫ് മുറിക്കും. ഇതൊന്നും പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഇവിടെ ജമാഅത്ത് നടക്കുമ്പോൾ ഒരു കാരണവശാലും മസ്ജിദിൽ ഒരാളുണ്ടോ ജമാഅത്ത് നടക്കുന്നുണ്ടോ നിസ്കാരമുള്ള ആളുകളാണ് എങ്കിൽ, അഥവാ ഇപ്പൊ സ്ത്രീകൾക്ക് ചിലപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും, അവർ മസ്ജിദിൽ വന്നിട്ടുണ്ടാവും ക്ലാസ് കേൾക്കാൻ, അവരെ കുറിച്ചല്ല പറയുന്നത്. നിസ്കാരമുള്ള ആളുകളാണ് എങ്കിൽ നിർബന്ധമായും ആ നിസ്കാരത്തിൽ ഉണ്ടാകണം. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ നേരത്തെ നിസ്കരിച്ചതാണെങ്കിൽ അത് മക്രൂഹാണ്. ഇനി ഹറാമാകുന്നത് എപ്പോഴാണ്? ഹറാമാകുന്നത് ഈ വ്യക്തി ആ ജമാഅത്ത് നിസ്കരിച്ചിട്ടില്ല, പിന്നെ ഇയാൾ കാത്തു നിൽക്കുന്നതിനാണ്. ഇയാൾ ഈ ഇമാമിന്റെ പുറകിൽ നിസ്കരിക്കുകയില്ല, രണ്ടാം ഒരു ജമാഅത്ത് ഉണ്ടാക്കണം, ഇയാളെ പുറകിൽ നിസ്കരിക്കുകയില്ല. പണ്ഡിതന്മാർ പറയുന്നു ഇത് ഹറാമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ ഒരു അവസാന കാലഘട്ടം വരാനുണ്ട്, അവിടെ അഖ്വാമുൻ യുഅഖിറൂന അസ്സലാത അൻ വഖ്തിഹാ, അവിടെ ആളുകൾ അന്നുണ്ടായിരുന്ന ഇമാമുകൾ നിസ്കാരം അതിന്റെ സമയത്ത് നിന്നൊക്കെ തെറ്റിച്ചു കളയും. സഹാബത്ത് ചോദിച്ചു, വമാ തഅ്മുറുന, നമ്മളോട് എന്താണ് താങ്കൾ കൽപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു സ്വലാത്തി വഖ്തിഹാ, നിങ്ങൾ ആദ്യം നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കുക. സുമ്മ സല്ലു മഅ ഇമ്മത്തിക്കും, എന്നിട്ടും പറഞ്ഞു നിങ്ങളുടെ അയിമ്മത്ത് നിസ്കരിക്കുന്ന സമയത്ത് അവർ തെറ്റിച്ചിട്ടാണ് നിസ്കരിക്കുക, അവരോടൊപ്പം പോയി നിങ്ങൾ നിസ്കരിക്കണം, അത് നിങ്ങൾക്ക് നാഫിലത്തായിരിക്കും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ജമാഅത്തായിട്ട് അവിടെ നിസ്കരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ അവിടെ വിട്ടു നിൽക്കാൻ പാടില്ല. ഇത് ഇങ്ങനെയാണെങ്കിൽ അത് ഹറാമായി തീരും. എന്നിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, മസ്ജിദുൽ ഹറാമിൽ ഏകദേശം ഒരു 100 വർഷം മുമ്പൊക്കെ, അല്ലെങ്കിൽ ആ ഒരു മലിക് അബ്ദുൽ അസീസ് വരുന്നതിന് മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു. ഒന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ് പിൻപറ്റുന്ന ആളുകൾ, അവർ ഒരു മെഹ്റാബിൽ ഒരു ഭാഗത്താണ് നിൽക്കുക, അവർ നിസ്കരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള മദ്ഹബിലുള്ള ആളുകൾ നിസ്കരിക്കുകയില്ല. ഇമാം അബു ഹനീഫയുടെ ആളുകൾ വരും, അവർ നിസ്കരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ അതിന് പിൻപറ്റുകയില്ല. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെതും ആ രൂപത്തിലൊക്കെ അങ്ങനെ നിസ്കാരം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അത് പണ്ഡിതന്മാർ പറയുന്നത് വ്യക്തമായ ബിദ്അത്താണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മസ്ജിദിൽ കുറച്ച് ആളുകൾ ഒരു ഇമാമിന്റെ പുറകിൽ നിസ്കരിക്കുക എന്നിട്ട് മാറി നിൽക്കുക എന്നുള്ളത് പാടില്ല. ഇമാം മലിക് അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം ചെയ്ത വലിയൊരു സേവനത്തിൽപ്പെട്ട ഒരു കാര്യമാണത്. അദ്ദേഹം അത് അവിടുന്ന് നീക്കി. മുസ്ലിമീങ്ങളെല്ലാം ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ ഒരുമിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ പാടില്ല. അത് ചില ഇമാമിനോട് ചിലപ്പം പ്രത്യേകം വെറുപ്പുണ്ട്, ചില ആളുകൾക്കുണ്ടാവും. ഒരു മഹല്ലിൽ ഇപ്പൊ അവിടുത്തെ ഇമാമിനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സംസാരിച്ച് തെറ്റി ഇവന്റെ പുറകിൽ ഞാൻ നിസ്കരിക്കൂല, നോം കയ്യാൻ കാത്തിക്കുക, അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു ജമാഅത്ത് നടക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പങ്കെടുക്കണം. ഇതിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും പറയുന്നത്
ഷിർക്ക് ചെയ്യുന്ന എന്ന് വ്യക്തമായി ഉറപ്പുള്ള ഒരു വ്യക്തിയുടെ പുറകിൽ നിസ്കരിക്കണം എന്നല്ല. അങ്ങനെയുള്ള മസ്ജിദിൽ നമ്മൾ പോകേണ്ടതുമില്ല. അങ്ങനെയുള്ള ആളുകൾ പിന്നിൽ, നമുക്ക് വ്യക്തമായ ആളുകളുടെ പിന്നിൽ നിസ്കരിക്കേണ്ടതുമില്ല എന്നുള്ളതാണ് സാന്ദർഭികമായി അവിടെ സൂചിപ്പിക്കാനുള്ളത്. ശരി, അപ്പോ ഈ ഹദീസിൽ ഇനി ബാക്കിയുള്ള ചില പാഠങ്ങളും പറയുന്നത്, ഈ ഹദീസിൽ ഒരു ഭാഗം എങ്ങനെയാണ്, ഫഖാല യാ റസൂലല്ലാഹ് അസാബത്നി ജനാബ, എനിക്ക് ജനാബത്ത് സംഭവിച്ചു, വലാമ, എന്റെ അടുത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല, ഫഖാൽ അലൈക ബിസ്സഈദ്, നിനക്ക് സഈദ് ഉപയോഗിക്കാം, ഫഇന്നഹു യക്ഫീക്, അത് നിനക്ക് മതിയാകുന്നതാണ്. അപ്പൊ ഇതിൽ നിന്നും ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തേത്, തയമ്മും അത് ഹദസുൻ അസ്ഗർ ചെറിയ അശുദ്ധിക്കും ഹദസുൻ അക്ബർ വലിയ അശുദ്ധിക്കും ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഈ വ്യക്തിയുടെ ജനാബത്തുകാരനാണ്, എന്നിട്ട് അദ്ദേഹത്തോട് ഉപയോഗിച്ചുകൊള്ളാനാണ് പറഞ്ഞത്. അപ്പൊ ഒരാൾക്ക് വലിയ ശുദ്ധി സംഭവിച്ചാലാകട്ടെ ചെറിയ ശുദ്ധി സംഭവിച്ചാലാകട്ടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ, അല്ലെങ്കിൽ വെള്ളം തന്നെ ഇല്ലേ, അയാൾക്ക് തയമ്മും ചെയ്യാം. ഏത് അശുദ്ധിയായാലും അയാൾക്ക് അത് ഉപയോഗിക്കാം. അതുപോലെ തയമ്മും എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വേറൊരു ചർച്ചയുണ്ട്. തയമ്മും റാഫിഉൻ ലിൽ ഹദസ് ആണോ അല്ല മുബീഹുൻ ലിൽ ഹദസ് ആണോ? എന്താണ് അങ്ങനെ പറഞ്ഞാൽ? റാഫിഉൻ ലിൽ ഹദസ് എന്ന് പറഞ്ഞാൽ അവിടെ ഹദസിനെ പൂർണ്ണമായി നീക്കിക്കളയും. അതുകൊണ്ട് വുളുവിന്റെ അതേ ദർജയിൽ തന്നെയാണ് തയമ്മും ചെയ്തൊരു വ്യക്തിയും ഉണ്ടാകുക എന്നൊരു കാര്യം. മുബീഹ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ പറഞ്ഞിട്ടുള്ളത്, ആ വ്യക്തിക്ക് താൽക്കാലികമായ ഒരു അളവ് കിട്ടുന്നതാണ്, ഒരു ഇബാഹത്ത്, ഒരു അനുമതി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ചില പരിധികളുണ്ട്. ഓരോ വക്തിനും തയമ്മും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫർദിന് സുന്നത്തിന് തയമ്മും ചെയ്താൽ അത് ഫർദിന് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അതുപോലെ ഒരു വക്ത് ആയാൽ മുൻപേത്തെ ഒരു തയമ്മും പോരാ, വീണ്ടും തയമ്മും ചെയ്യണം. ഇങ്ങനെല്ലാമുള്ള ഖൗൽ മദ്ഹബുകളിലുണ്ട്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഫഇന്നഹു യക്ഫീക്, അത് നിനക്ക് മതിയായതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ നമ്മൾ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുന്നതിന് പകരമായി അത് മതിയായതാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അവിടുന്ന് പറഞ്ഞു അലൈക ബിസ്സഈദ്, അഥവാ നിനക്ക് തയമ്മും ചെയ്യാൻ സഈദ് മതി എന്നുള്ളതാണ്. അപ്പൊ എന്തിലൊക്കെ നമുക്ക് തയമ്മും ചെയ്യാം എന്നുള്ളതാണ് അടുത്ത വിഷയം. പണ്ഡിതന്മാർ പറയുന്നു 4 കാര്യങ്ങളിലാണ് ഒരാൾക്ക് തയമ്മും ചെയ്യാൻ ഉണ്ടാകുക. അത് ഈ പറയുന്ന തർത്തീബിലാണ് ചെയ്യേണ്ടത്. ഈ പറയുന്നതിൽ ഒന്നാമത്തെ കിട്ടിയാൽ അങ്ങനെ, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 4, ഈ തർത്തീബിലാണ് തയമ്മും ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഒന്നാമത്തേതായിട്ടുള്ളത് മാകാന സഈദൻ വലഹു ഗുബാർ, പൊടിയുള്ള ഭൂമിയിലുള്ള മണ്ണ്, പൊടിയുള്ള ഭൂമിയിലുള്ള മണ്ണ്. ഖുർആനിൽ ഫലം തജിദൂ മാഅൻ ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദിയക്കും മിൻഹു, നിങ്ങൾ നിങ്ങളുടെ മുഖവും കൈകളും അതിൽ നിന്നും തടവുക എന്ന് പറഞ്ഞു. അപ്പൊ പൊടി ഉണ്ടായാലാണ് അത് കൈയിലേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ഒരാൾക്ക് ഭൂമിയിൽ നിന്നുള്ള വസ്തുക്കൾ അതിൽ പൊടി കൂടി ഉണ്ട് എങ്കിൽ അതാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. അതൊരാൾ തിരഞ്ഞെടുക്കുക. ഇനി അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ രണ്ടാമത്തേത്, നമുക്ക് ഈ പൊടി അത് വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തിയാൽ മതി. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു കാർപ്പറ്റ് ഉണ്ട്, ഈ കാർപ്പറ്റിൽ ഒരുപാട് മണ്ണും പൊടിയൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ ആ കാർപ്പറ്റിൽ ഒരാൾക്ക് അടിച്ചിട്ട് തയമ്മും ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരാളുടെ കയ്യിലുള്ള ബ്ലാങ്കറ്റ് ഉണ്ട്, ആ ബ്ലാങ്കറ്റിൽ ഒരുപാട് മണ്ണും പൊടിയൊക്കെ കലർന്നിട്ടുണ്ട് എങ്കിൽ ആ പൊടിയിലും ഒരാൾക്ക് അടിച്ചിട്ട് തയമ്മും ചെയ്യാവുന്നതാണ്. ഇബ്നു ഉസൈമിൻ റഹിമഹുള്ളാഹ് ചോദിക്കപ്പെടുന്നുണ്ട്, ഞാൻ ഒരു ഹോസ്പിറ്റലിലാണ് ഉള്ളത്, അപ്പൊ അവിടെ ചുമര് ഇങ്ങനെ മരം കൊണ്ടാണുള്ളത്, പഴയ പോലെ ചുമര് ഈ രൂപത്തിലാണുള്ളത്, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു ആ ചുമര് കൃത്യമായിട്ട് പെയിന്റ് ഒന്നും അടിക്കാത്ത രൂപത്തിൽ ആ മണ്ണ് പൊടിയും ഒക്കെ ആയിട്ടുള്ള പഴയ കല്ലിന്റെ രൂപത്തിലാണ് എങ്കിൽ അതിലടിക്കാം. ഇനി അതല്ല ഇന്ന് കാണുന്ന രൂപത്തിൽ പെയിന്റ് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ വുഡൻ കൊണ്ടുള്ള എന്തെങ്കിലും ഫർണിഷിംഗ് ആണ് അതിൽ ചെയ്തതെങ്കിൽ അതിൽ പൊടിയുണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, അതല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ ഈ ഉദാഹരണത്തിൽ ഈ മേശയിൽ നമുക്ക് അടിച്ച് തയമ്മും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് മണ്ണുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല, ഇതിൽ ഒരു പൊടിയുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് അയ്യകൂന സഈദൻ മിൻ അസ്ലി ഖിൽഖത്തിൽ അർദ് വലാകിൻ ലാ ഗുബാറ ലഹ്, ഭൂമിയിൽ നിന്ന് തന്നെയുള്ള അസ്ലിയായ ചില കാര്യങ്ങൾ, അതിൽ പൊടി ഉണ്ടാവുകയില്ല. ഏതുപോലെ? മണൽ പോലെ. മണൽ അത് ഭൂമിയിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്, ഭൂമിയിലൊക്കെ മണലാണ് ഉണ്ടാകുന്നത്. മദ്ഹബിൽ അഭിപ്രായ പ്രകാരം ആ മണലിൽ തയമ്മും ചെയ്യാൻ പറ്റുകയില്ല എന്നാണ്, പൊടി മണ്ണ് തന്നെ വേണമെന്നാണ്. അതുപോലെ തന്നെ ചെറു കല്ലുകളൊക്കെ ഉണ്ടാകും, ചെറിയ കല്ലുകൾ, ചരളുകൾ, ഇതിലെല്ലാം അടിച്ച് തയമ്മും ചെയ്യാം എന്നുള്ളതാണ്. ഇതിന് തെളിവായി പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവിടുന്ന് തയമ്മും ചെയ്തു എന്നാണ്. അവർ പറയുന്നത് മദീനയിൽ നിന്നും തബൂക്കിലെ യുദ്ധത്തിൽ ധാരാളം കൂടുതലുള്ള സ്ഥലം അത് മണലുള്ള സ്ഥലമാണെന്ന് പ്രത്യേകിച്ച്, അതുകൊണ്ട് അന്ന് അവിടുന്ന് തയമ്മും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകമായി അതിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ രൂപത്തിലുള്ള ഭൂമിയിൽ നിന്നുള്ള എന്തിലും, അങ്ങനെ കല്ലാകട്ടെ, ചെറുകല്ലുകളാകട്ടെ, മണ്ണാകട്ടെ, അതല്ല പൂഴിയാകട്ടെ,
ഏത് രൂപത്തിലുള്ളതിലാകട്ടെ അതിലെല്ലാം തയമ്മും ചെയ്യാം എന്നുള്ളതാണ്. നാലാമതായി പണ്ഡിതന്മാർ പറയുന്നു അയ്യകൂന ഖദ് ഇൻതഖല ബിഫിഅലിൽ ആദമി, മനുഷ്യൻ അത് മണ്ണെടുത്തുകൊണ്ട് കൊണ്ടു നടക്കുക. അപ്പൊ അവന്റെ ബാഗിലോ അതല്ലെങ്കിൽ അവന്റെ ഒരു പേപ്പറിലാക്കിയിട്ട് കൊണ്ടു നടക്കുക. ഇതവർ നാലാമത്തെ ദർജയാക്കാനുള്ള കാരണം അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ മണ്ണും കൊണ്ട് നടന്നതായി വന്നിട്ടില്ല. അതുകൊണ്ടത് അനുവദിക്കപ്പെടും. പക്ഷെ അത് നാലാമത്തെ ഒരു ദർജയിലെ പറ്റുകയുള്ളൂ. പറ്റുമെങ്കിൽ മണ്ണിൽ തന്നെ പോയി അടിക്കുക. ഇതാണ് ഒന്ന്. ഇതിന് പറ്റുന്നില്ല എങ്കിൽ പൊടിമണ്ണുള്ള എന്തെങ്കിലുമൊക്കെ വസ്തു നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതിലടിക്കുക. ഇനി അതില്ല എങ്കിൽ പൊടിയില്ല, കാരണം പൊടിയില്ലാത്തത് കൊണ്ടാണ് അതിന് മൂന്നാമത്തെ ദർജയിലേക്ക് എത്തുന്നത്. പൊടിയില്ലാത്ത ഭൂമിയിൽ നിന്ന് തന്നെയുള്ള മണലുകളോ കല്ലുകളോ ഭൂമിയിൽ നിന്ന് തന്നെയുള്ള വസ്തുക്കൾ അതിൽ അടിക്കുക. നാലാമത്തത് നമ്മൾ കൊണ്ടുപോകുന്ന അത് സാധാരണ നമ്മൾ നേരത്തെ നിലത്തുനിന്ന് അടിച്ചിട്ടുള്ള മണ്ണുകളോ അല്ലെങ്കിൽ അതുപോലുള്ളതാണ്. പക്ഷെ അത് അവൻ കൊണ്ടുപോകുകയാണ് ഇതിനെ നാലാമതാക്കിയത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ സ്ഥിരപ്പെടാത്തത് കൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിനെ നാലാമത്തെ ദർജയിലേക്കാക്കിയത്. ഇനി ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് മാ ലാ യജൂസു അത്തയമ്മു ബിഹി, തയമ്മും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പണ്ഡിതന്മാർ പറയുന്നു, ഒന്നിന് പൊടിയുണ്ട് പക്ഷെ അതിന് മണ്ണുമായി യാതൊരു ബന്ധവുമില്ല. ഏതുപോലെ നമ്മുടെ വീട്ടിൽ മൈദ ഉണ്ട്, ഗോതമ്പിന്റെ പൊടിയുണ്ട്, ആട്ടയുണ്ട്, ഇതൊക്കെ പൊടികളാണ്. പക്ഷെ ഇതിലടിച്ച് തയമ്മും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇത് എന്താണ്? ഇത് പൊടിയേ ഉള്ളൂ, ഇത് മണ്ണുമായി യാതൊരു ബന്ധവുമില്ല, ഇതിൽ പറ്റൂല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇത് മണ്ണ് കൊണ്ടുള്ളത് തന്നെയാണ്, മണ്ണിൽ നിന്നുള്ള തന്നെയാണ്, പക്ഷെ ചൂടാക്കിയിട്ടോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും രൂപത്തിലുള്ള പ്രോസസ്സുകൾക്ക് വിധേയമായിട്ട് അതിന്റെ രൂപം മാറിയിട്ടുണ്ട്. ഏതുപോലെ പണ്ഡിതന്മാർ അതിന് ഉദാഹരണമായി പറഞ്ഞത് സിമന്റാണ്. സിമന്റ് അത് മണ്ണിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ചില വസ്തുക്കളൊക്കെയാണ്, പക്ഷെ അതിന് പല പ്രോസസ്സും കടന്നു പോയിട്ടുണ്ട്. കുറെ ചൂടാക്കിയിട്ടും മറ്റുമറ്റൊക്കെ ചെയ്തിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പാടില്ല. അതുപോലെ തന്നെ അവർ പറഞ്ഞു ഒരു പോർസിലിന്റെ പ്ലേറ്റ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള പ്ലേറ്റ്, അപ്പൊ അതെടുത്തിട്ട് പൊടിച്ചിട്ട് ആ പൊടി പറ്റുമോ? പറ്റൂല. കാരണം ഇത് ചൂടാക്കി അതിന്റെ ഷേപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതും പറ്റാത്തതിൽപ്പെട്ടതാണ് ആയിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത് അതെന്ന് പറഞ്ഞാൽ ഭൂമിയായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു തരത്തിലുള്ള പൊടിയും അതിലില്ല, ഒരു തരത്തിലുള്ള പൊടിയൊന്നുമില്ല. അതിലാണ് ഞാൻ നേരത്തെ ഈ ഉദാഹരണം പറഞ്ഞത്. ഇത് ഭൂമിയിൽ നിന്നുള്ള നേരിട്ടിട്ടുള്ള അതിന്റെ ഹിൽക്കത്തിലുള്ള വസ്തുക്കളല്ല, ഇത് മരമാണ്, പിന്നെ അങ്ങനെ മാറ്റി വന്നതാണ്, അല്ലെങ്കിൽ കല്ലോ മണ്ണോ ആ രൂപത്തിലൊന്നുമല്ല. ഇതിലാണെങ്കിൽ പൊടിയുമില്ല, ഇതിൽ പറ്റുകയില്ല. അപ്പൊ ചില ആളുകൾക്ക് ആ വിഷയത്തിൽ അറിവില്ലായ്മയുണ്ട്. അവർ ചിലപ്പോ പൊടിയൊന്നുമില്ലാത്ത ശുദ്ധമായ അവരുടെ കാറിന്റെ ഡാഷ്ബോർഡിലൊക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ നല്ല ശുദ്ധമായ ചുമരിലൊക്കെ അടിച്ചിട്ട് തയമ്മും ചെയ്യും. ഇത് ശരിയല്ല, അങ്ങനെയല്ല തയമ്മും ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തയമ്മുമിന്റെ 2 ഹദീസുകൾ കൂടി നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി മനസ്സിലാക്കി പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.